ലൈംഗികാധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് കനത്ത തിരിച്ചടി. ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഹൈക്കോടതി ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയതിനാൽ അതുവരെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ കഴിയണം. പരാമർശങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ്. തെറ്റിനെ ആവർത്തിക്കില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പറഞ്ഞു. ശ്രീകാന്ത് കൊച്ചിൻ വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുന്നു. അവിടെ സെഷൻസ് കോർട്ടിലേക്ക് പോകാൻ ഒരു പോസിബിലിറ്റിയും സാധ്യതയ്ക്ക് അവിടെ കിടക്കുമ്പോൾ തന്നെ പുറത്തിറങ്ങാൻ വ്യഗ്രതയോട് ബോബി ചെമ്മണ്ണൂർ ഓടി ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതിയിൽ ഉടൻ തന്നെ ജാമ്യം കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇതിനൊക്കെ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്, നിയമവശങ്ങളുണ്ട്. ചൊവ്വാഴ്ച പരിഗണിക്കാം. സർക്കാർ റിപ്പോർട്ട് തേടുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ച് വാദം കേട്ട് വേണമെങ്കിൽ ജാമ്യം കിട്ടാമെന്ന സ്വാഭാവിക നിലപാട് തന്നെ ഹൈക്കോടതി എടുത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ തിരക്കിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. ഇതല്ലേ ഇന്ന് സംഭവിച്ചത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇന്ന് ഒരു ഇടക്കാല ജാമ്യം സംഘടിപ്പിച്ച് ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം കിട്ടി പുറത്തിറങ്ങാം എന്ന് ബോബി ചെമ്മണ്ണൂരും അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘവും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോയാൽ നടക്കില്ല, കിട്ടില്ല എന്ന് കൃത്യമായ ഉപദേശം ബോബി ചെമ്മണ്ണൂരിന് അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘം നൽകിയിരുന്നു. കാരണം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് കുറച്ചുകൂടി ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ വളരെ വിപുലമായി തന്നെ വിശാലമായി തന്നെ ഈ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു രീതിയാണ് തുടർന്നു പോരുന്നത്. അതുകൊണ്ട് അത് ബുദ്ധിപരമല്ല എന്ന ഉപദേശം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിലാണെങ്കിൽ ഒരു സാധ്യതയുള്ളത് ഇതിലെ വിശദമായ വാദമൊക്കെ തന്നെ പിന്നീട് നടക്കും. അത് റിപ്പോർട്ട് പോലീസിനോട് ചോദിക്കാം, അതിന് മറുപടി നൽകാം. അതൊക്കെ തന്നെ ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇന്നൊരു ഇടക്കാല ജാമ്യം ഒപ്പിക്കാം. അതായത് തൊട്ടടുത്ത തവണ ഈ വാദം കേൾക്കുന്നത് വരെ ഒരു ഇടക്കാല ജാമ്യം. അങ്ങനെ ഒരു ഇടക്കാല ജാമ്യത്തിനുള്ള സ്കോപ്പുണ്ട്. അതിനുള്ള സാങ്കേതികമായ ഒരു രീതി അത് കൃത്യമായി തന്നെ ബോബി ചെമ്മണ്ണൂരിനല്ല ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അത് ഉപയോഗപ്പെടുത്താനാണ് ബോബി ചെമ്മണ്ണൂരും അഭിഭാഷക സംഘവും ശ്രമിച്ചത്. പക്ഷേ അത് നടന്നില്ല. പോലീസിന്റെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് കോടതി പറയുന്നത്. 3 ദിവസം കഴിഞ്ഞ്, അതായത് ശനി, ഞായർ, തിങ്കൾ 3 ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച കേസ് പരിഗണിക്കാം എന്നാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ ഈ റിമാൻഡിൽ പോയി കഴിഞ്ഞാൽ പോലീസിന്റെ റിപ്പോർട്ട് 2-3 ദിവസത്തിനകം പോലീസിന്റെ റിപ്പോർട്ട് കൂടി വന്ന് അതുകൂടി പരിശോധിച്ചിട്ടല്ലേ ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം അല്ലെങ്കിൽ ജാമ്യം പരിഗണിക്കുന്നത് എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. അതറിയില്ലേ എന്നും കോടതി ചോദിച്ചു. ഒരു മുന്നറിയിപ്പ്, ഒരു നിർദ്ദേശം, ഒരു ഉപദേശം കൊടുത്തു. പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു ഉപദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല കോടതി പറഞ്ഞ കാര്യം ഈ ചൊവ്വാഴ്ചത്തേക്ക് പോലീസിന് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ വേണ്ടി അവസരം കൊടുത്തിട്ടുണ്ട്. അതുവരെ തൽക്കാലം ബോബി ചെമ്മണ്ണൂർ കാക്കനാട് ജില്ലാ ജയിലിൽ തുടരേണ്ടി വരും. ശ്രീകാന്ത്, ഈ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ഇന്നലെ ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ ജാമ്യ ഹർജി വന്നപ്പോൾ ആ കേസിന്റെ മെറിറ്റിലേക്കല്ല മജിസ്ട്രേറ്റ് കടന്നത്. അതിനപ്പുറം അതിൻ്റെ ഒരു സോഷ്യൽ ബ്രോഡർ കൺസെപ്റ്റിലേക്കാണ്. അതായത് അതിൻ്റെ ഒരു സാമൂഹിക വിശാലതയിലേക്കാണ് കടന്നത്. ജാമ്യം കൊടുത്താൽ സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശങ്ങൾ, ഒപ്പം ഈ വ്യക്തിയുടെ പണസ്വാധീനത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ പോസിബിലിറ്റി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ജാമ്യ ഹർജി ഇന്നലെ തള്ളിയത്. ഹൈക്കോടതിയിലേക്കും കാര്യങ്ങൾ എത്തുമ്പോൾ ഹൈക്കോടതി അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് പണം കൊണ്ട് ജാമ്യം നേടാനാകില്ല. ഈ പ്രത്യേകിച്ച് ഒരു പ്രിവിലേജും ബോബി ചെമ്മണ്ണൂരില്ല. കാരണം ഈ ഇന്നലെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുമ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനോടൊപ്പം റിമാൻഡ് ചെയ്ത മറ്റു പല പ്രതികൾ, പല കേസുകളുണ്ട്. ഇവരൊന്നും ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഹൈക്കോടതി വരച്ചു വെക്കുന്ന ഇതാണ്, അധികാരം കൊണ്ടോ പണം കൊണ്ടോ വാങ്ങാനാകുന്നതല്ല ജാമ്യം. അതിനപ്പുറത്തേക്ക് ചെയ്ത വഷളത്തരം എന്തെന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു ഹൈക്കോടതി. ഇനി ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകരുതെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ തെറ്റ് പറ്റില്ലെന്ന് പറയുന്നു. ഇന്നലെ അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അവിടെയും നിലപാടിൽ മാറ്റം വരികയാണ്, മലക്കമറിയുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കാര്യം, അത് അഭിഭാഷകരാണ് പറയുന്നത്. കോടതി മുറിയിൽ ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നത് പോലെ കോടതി മുറിയിൽ പറയാൻ അഭിഭാഷകർക്ക് സാധിക്കില്ല. ഏത് വിധേനയും ജാമ്യം ഒപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ബാധ്യത. അതിനാൽ തന്നെ അവർ പറഞ്ഞത് ഇനി തെറ്റ് ആവർത്തിക്കില്ല, പറ്റിപ്പോയി എന്നുള്ള ഒരു കാര്യം കോടതി മുമ്പാകെ പറയുകയുണ്ടായി. പക്ഷേ അത് ഇടക്കാല ജാമ്യത്തിന് പോകുന്നതായിരുന്നില്ല. എന്ത് വഷളത്തരവും വിളിച്ചു പറയാം എന്ന് കരുതരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഇടക്കാല ജാമ്യത്തിന് പകരം കോടതിയിൽ നിന്നും കിട്ടിയത്. മറ്റൊന്ന്, ഈ മണി പവറിലൂടെ കോടതിയിൽ നിന്നും ജാമ്യം ഒപ്പിച്ചെടുക്കാൻ നടത്തിയ നീക്കം, അത് ഒരു തരത്തിൽ നോക്കിയാൽ കോടതി ആ രീതിയിൽ തന്നെയാണ് കണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ പൗരന് നൽകുന്ന പരിഗണന മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് നൽകാൻ കഴിയൂ എന്ന് പറഞ്ഞതിലൂടെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. 2, എന്താണ് ഈ കേസിൽ ഇത്ര അടിയന്തര സാഹചര്യം എന്ന് കോടതി ഒരു ചോദ്യം ചോദിച്ചു. അതും മണി പവറിന് മുന്നിൽ നീതിപീഠം തലകുനിക്കില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. മറ്റൊന്ന് പറയുന്നത്, തീർച്ചയായും ഈ കേസിൽ പോലീസിന് അവരുടേതായ സമയം നൽകണം. അവർ ആ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. അതായത് ശനി, ഞായർ, നാളെ മറ്റന്നാളും അവധിയാണ്.
തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ചത്തേക്കാണ് കേസ് വെച്ചിരിക്കുന്നത്. കാരണം 3 ദിവസം എന്തായാലും പോലീസിന് കൊടുക്കും. അത് കൊടുത്തിട്ടുണ്ട്, പോലീസ് അത് വാങ്ങിയിട്ടുണ്ട്. അവരിന് ചൊവ്വാഴ്ച റിപ്പോർട്ട് വയ്ക്കും. ആ ദിവസം ബോബി ചെമ്മണ്ണൂരിന് സമാനമായ രീതിയിൽ ഈ പല വാദങ്ങൾ ഉന്നയിക്കാം. അതായത് ഞാൻ നാട് വിട്ടു പോകില്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യാം, എന്ത് കണ്ടീഷൻ വെച്ചാലും ഞാൻ അനുസരിച്ചോളാം, സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കില്ല, ഇതൊക്കെ പറഞ്ഞ് ഇടക്കാല ജാമ്യത്തിന് ശ്രമിക്കാം. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.